ആലപ്പുഴ CPIM-ലെ വിഭാഗീയതയിൽ താക്കീതുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്കിന് കാരണം നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമെന്ന് മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. അതേസമയം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളന ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ വിട്ടുനിന്നു. വിവരങ്ങളുമായി മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് കൂട്ടമായി പ്രവർത്തകർ കായംകുളത്ത് BJP-യിലേക്ക് ചേർന്നത്. അതിന് ഒരു മറുപടി എന്നോണം ഇന്നലെ കുറേ പേരെ BJP-യിൽ നിന്ന് CPM-ലേക്കൊക്കെ എത്തിക്കാൻ സാധിച്ചെങ്കിൽ പോലും കുറേ കാലമായി സംസ്ഥാനത്ത് തന്നെ വലിയ ചർച്ചയാവുന്നത് ആലപ്പുഴയിലെ സംഘടനാ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നേതാക്കളുടെ ഇടയിലുള്ള തർക്കം, അവിടെ നിന്ന് വരുന്ന വിവാദങ്ങളൊക്കെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജി സുധാകരനെയും അനുനയിപ്പിച്ച് സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുന്നില്ല. എന്തൊക്കെ വിമർശനങ്ങളാണ് ഇന്ന് ഈ ഉദ്ഘാടന സെഷനിൽ തന്നെ ഉയർന്നത്? മുഖ്യമന്ത്രി മുഴുവൻ സമയം പങ്കെടുക്കുന്നത് ആലപ്പുഴ, കണ്ണൂർ, കോഴിക്കോട് സമ്മേളനങ്ങളിലായിരിക്കും മുഖ്യമന്ത്രി പങ്കെടുക്കുക. 3 ദിവസം ആലപ്പുഴയിലെ 3 ദിവസവും മുഴുവൻ സമയവും മുഖ്യമന്ത്രിയും മുതിർന്ന നേതാക്കൾ, PB അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിലുണ്ട്. കണ്ണൂര് പോലെ പാർട്ടിക്ക് വലിയ അടിത്തറയുള്ള ജില്ലയാണ് ആലപ്പുഴ. പക്ഷേ കഴിഞ്ഞ കാലയളവിലുണ്ടായ കൊഴിഞ്ഞുപോക്ക്, സംഘടനാ ദൗർബല്യങ്ങൾ, ഒപ്പം തന്നെ പാർട്ടി കോട്ടകളിലുണ്ടായ വോട്ടിന്റെ ചോർച്ച, അതായത് ഏറ്റവും വലിയ കഴിഞ്ഞതിന്റെ മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ള കായംകുളത്ത് BJP 1ാം സ്ഥാനത്തും CPIM ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക് എത്തി. ഹരിപ്പാടും അതേ സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തുക. കുട്ടനാട്ടിലെ 200 പേരടക്കം ഉള്ള പാർട്ടി മെമ്പർമാർ CPI-യിലേക്ക് ചേക്കേറി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഘടനാ വിഷയങ്ങൾ ചർച്ചയാകേണ്ട സമ്മേളനമാണ്. അതിൽ സംഘടനാ റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി R. നാസർ അവതരിപ്പിക്കുന്നതിന് മുൻപാണ് ഉദ്ഘാടന സെഷന് ശേഷം മുഖ്യമന്ത്രി ഒരു 10 മിനിറ്റ് പ്രസംഗം, ഒരു രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത്. അതായത് ജില്ലയിൽ നേതാക്കൾ തമ്മിലുള്ള തമ്മിലടിയാണ് ഈ താഴെ കിടക്കുന്ന പ്രവർത്തകർ കൊഴിഞ്ഞു പോകാനുള്ള കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയിൽ എന്തുകൊണ്ട് പരിഹാരം കാണാൻ ഇതുവരെയും ഒരു ഘടകവും, ഒരു ഏരിയ കമ്മിറ്റി അദ്ദേഹം പ്രകീർത്തിച്ചില്ല. 15 ഏരിയ കമ്മിറ്റികൾക്കും ഒരേപോലെ ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്ഥലത്ത് വോട്ട് കുറയുന്നത് പ്രാദേശികമായി അവിടുത്തെ മാത്രം പ്രശ്നമല്ല, ജില്ലയിലെ മൊത്തം വിഷയമാണെന്ന് മുഖ്യമന്ത്രി താക്കീത് നൽകി. അതിനുശേഷമാണ് ജില്ലാ സെക്രട്ടറി R. നാസർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഈ സംഘടനാ റിപ്പോർട്ടിൽ പക്ഷേ പേരെടുത്ത് ഒരു നേതാക്കന്മാർക്കെതിരെ വിമർശനമില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പിന്നോട്ട് പോയതിനെ സ്വയം വിമർശനമായി കാണുന്നുണ്ട്. ഇനി ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഈ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതിനൊപ്പം തന്നെ ഈ സംഘടനാ റിപ്പോർട്ടിൽ വലിയ വിമർശനങ്ങളില്ല എന്നുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ ജി സുധാകരനെ പ്രതിനിധി അല്ലെങ്കിൽ കൂടി അദ്ദേഹത്തിനെ ഉദ്ഘാടനത്തിനും സമാപനത്തിനും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. ഇന്നും ഒപ്പം തന്നെ ഞായറാഴ്ച വൈകിട്ട് സമാപനം നടക്കുന്ന മണ്ണാറശാല ഓഡിറ്റോറിയത്തിൽ അവിടെയും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ജി സുധാകരൻ, പിണറായി വിജയനും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും PB അംഗം MA ബേബിയും പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ അദ്ദേഹം എത്തിച്ചേർന്നില്ല. അദ്ദേഹം വന്ന ശേഷം മടങ്ങിപ്പോകേണ്ട ബുദ്ധിമുട്ട് ഓർത്താണ് അദ്ദേഹം വരാതിരുന്നത് എന്നാണ് പാർട്ടിക്ക് നൽകിയ വിശദീകരണം എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. 1975 മുതൽ ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ജി സുധാകരൻ. കഴിഞ്ഞ 16 സമ്മേളനങ്ങളും നയിച്ചത്, ആലപ്പുഴയിലെ സമ്മേളനങ്ങൾ നയിച്ചത് ജി സുധാകരൻ. അങ്ങനെയുള്ള ഒരാളാണ് ഇന്നത്തെ സമ്മേളനത്തിൽ പൊതുവെ പാർട്ടി പ്രതിനിധികളല്ലാത്തവർക്കും പങ്കെടുക്കാവുന്ന സെഷനുകളിൽ നിന്ന് മാറി നിന്ന പ്രത്യേകത ഉണ്ട്.